BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിന് തൊട്ടുമുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും വൻ തിരിച്ചടിയേറ്റ പശ്ചാത്തലത്തിൽ ആഴത്തിലുള്ള സ്വയം വിമർശനത്തിനും സംഘടനാപരമായ തിരുത്തലിനും ഒരുങ്ങുകയാണ് കേരളത്തിലെ CPM. സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട്ട് ചേരുന്ന വിപുലീകൃത സംസ്ഥാന സമിതിയുടെ പ്രധാന അജണ്ട സംഘടനാ ശൈലിയിലെ മാറ്റവും പ്രത്യയശാസ്ത്രപരമായ ശാക്തീകരണവും ആണ്. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഇടപെടൽ ശക്തിപ്പെടുത്താനും ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന തരത്തിലുള്ള പുതുക്കിപ്പണിയിലാണ് ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചയും ഗൗരവമുള്ള സംഘടനാ പരിശോധനയും വിലയിരുത്തലും സമ്മേളനത്തിൽ നടക്കുമെന്ന് നേതൃത്വം സൂചിപ്പിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ട് താഴെത്തട്ട് വരെ റിപ്പോർട്ട് ചെയ്യും. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണമുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ട് തുറന്നു സമ്മതിക്കുന്നു. നേരത്തെ CPM ഭരണത്തിലുണ്ടായിരുന്ന കാലങ്ങളിൽ സർക്കാർ നടപ്പാക്കിയിരുന്ന പദ്ധതികൾ നിരീക്ഷിക്കാനും മാർഗനിർദ്ദേശം നൽകാനും പാർട്ടി ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അത് ഉണ്ടായില്ല എന്നതാണ് പ്രധാന വിമർശനം. പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും സ്വേച്ഛാധിപത്യത്തിനെതിരെ ശക്തമായ ജനവികാരം ഉണർന്നിരുന്നു. പാർട്ടി പ്രവർത്തകർക്ക് പോലും എതിർപ്പുണ്ടായിരുന്നു. ചില മന്ത്രിമാർ ഉദ്യോഗസ്ഥരെ അമിതമായി ആശ്രയിച്ചു. മുൻപ് ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടിയുടെ ബഹുജന സംഘടനകൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളെ അണിനിരത്തിയിരുന്നു. കഴിഞ്ഞ 10 വർഷം അത് ഉണ്ടായില്ല. അഹങ്കാരം, അഴിമതി, സ്വജനപക്ഷപാതം, ആഡംബര ജീവിതശൈലി എന്നിങ്ങനെയുള്ള മോശം പ്രവണത ചില നേതാക്കളിൽ ഉണ്ടായി. ഇത് സമയത്ത് തിരുത്താത്തതിനാൽ പാർട്ടിയിലുള്ള ജനവിശ്വാസം നഷ്ടമായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്ന് സംസ്ഥാന നേതൃത്വം ഇപ്പോഴും വിശദീകരിക്കുമ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിട്ട് തന്നെ വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അഖിലേന്ത്യാ നേതൃത്വം സംസ്ഥാന സെന്ററിൽ അച്ചടക്ക നടപടിക്ക് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതുണ്ടായില്ല. അത് ചെയ്തിരുന്നെങ്കിൽ ശബരിമല പ്രശ്നത്തിൽ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു എന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം PM ശ്രീ പദ്ധതിയിൽ സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള CPM-CPI തർക്കം പരിഹരിച്ചത് അഖിലേന്ത്യാ നേതൃത്വം ഇടപെട്ടിട്ടാണ്. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾ, വനിതകൾ, ന്യൂനപക്ഷ സമുദായക്കാർ എന്നിവരെ വേണ്ടത്ര സ്ഥാനാർത്ഥികളാക്കിയില്ല. ഇതിന്റെ ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിയുടെ തലയിൽ മാത്രം ഇടരുത്. സംസ്ഥാന നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 40 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനത്തിലേക്ക് CPM എത്തിയ കാര്യം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേരളത്തിലെ വോട്ട് വിഹിതം 21.77% കുറഞ്ഞത്. ക്ഷേമകാര്യങ്ങളിലും വികസനത്തിലും മാത്രം ഊന്നൽ നൽകി രാഷ്ട്രീയത്തെ അവഗണിച്ചത് പാഴായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര അവഗണനയും സംസ്ഥാനത്തോടുള്ള നിലപാടും ഉയർത്തിക്കാട്ടുന്നതിലും സംസ്ഥാന സർക്കാരും പാർട്ടിയും പരാജയപ്പെട്ടു. പോലീസ് അതിക്രമങ്ങൾ, മന്ത്രിമാരെ പൊതുജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയാത്ത അവസ്ഥ, KSRTC പെൻഷൻ പരിഹരിക്കാൻ കഴിയാത്തത്, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക, പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച, കെട്ടിട നികുതി വർധന, സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങളിൽ ഉയർന്ന പ്രതിസന്ധി, കർഷക തൊഴിലാളി പെൻഷൻ കുടിശ്ശിക, ഖനനാനുമതി നൽകിയതിലെ ആരോപണങ്ങൾ, ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളുടെ അതിക്രമം തടയുന്നതിലുണ്ടായ പരാജയം തുടങ്ങിയവയൊക്കെ ജനവികാരങ്ങളെ ബാധിച്ചുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. BJPയുടെ വളർച്ചയിൽ CPM റിപ്പോർട്ട് ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പുകളിലെല്ലാം BJP ആധിപത്യം നേടുകയാണെന്നും 1977 ശേഷം CPM ഭരണമില്ലാത്ത അവസ്ഥയിൽ ആദ്യമായാണ് എത്തിയതെന്നും റിപ്പോർട്ട് പറയുന്നു. BJP വളർന്നു, അതേസമയം CPM തളർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ലഭിക്കാതിരുന്ന BJP 2026 3 സീറ്റുകൾ വിജയിക്കുകയും 6 സീറ്റുകളിൽ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ക്ഷേത്ര കമ്മിറ്റികളിൽ RSSന്റെ സാന്നിധ്യവും വിപുലമായ ശാഖാ ശൃംഖലയും വിജയകരമായി ഉപയോഗിക്കാൻ BJPക്ക് കഴിഞ്ഞു. 1977 ശേഷം ഭരണമുള്ള ഒരു സംസ്ഥാനം പോലും ഇല്ലാത്ത സാഹചര്യം ആദ്യമായാണ് CPMനുണ്ടാകുന്നത്.
BJPയുടെ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഈ പരാജയം വലിയ തിരിച്ചടിയാണെന്നും റിപ്പോർട്ട് പറയുന്നു. കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായി. തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ എന്നീ പാർട്ടി കോട്ടകളിൽ വിമതർ മത്സരിച്ച് വിജയിച്ചത് വലിയ പ്രഹരമാണ്. BJPക്കെതിരെ രാഷ്ട്രീയമായും ആശയപരമായും ആയ പോരാട്ടം കൂടുതൽ ശക്തമാക്കണമെന്നും BJPയെ ചെറുക്കുന്നതിനുള്ള ബലഹീനതകൾ തരണം ചെയ്യണമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ശക്തി എന്ന നിലയിൽ വളർന്നു വരാനുള്ള വഴികൾ രൂപപ്പെടുത്താൻ BJP ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ വോട്ടുകൾ BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ സഖാക്കളെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തമായ ഇടപെടൽ BJP നടത്തുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വർക്കലയിൽ അവസാന നിമിഷം CPM ഏരിയ കമ്മിറ്റി അംഗം BJP സ്ഥാനാർത്ഥിയായത് റിപ്പോർട്ട് വ്യക്തമായും ചൂണ്ടിക്കാട്ടുന്നു. BJP ജയിച്ച 3 സീറ്റുകളിലും UDF മൂന്നാം സ്ഥാനത്തായത് ആശ്വസിക്കാൻ ഇട നൽകുന്നുണ്ടെങ്കിലും ഈ 3ഇടത്തും തങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ചാത്തന്നൂരിൽ 11,771, നേമത്ത് 3,623, കഴക്കൂട്ടത്ത് 17,554 വോട്ടുമാണ് കുറഞ്ഞത്. മഞ്ചേശ്വരം, കാസർഗോഡ്, മലമ്പുഴ, പാലക്കാട്, തിരുവല്ല, ആറ്റിങ്ങൽ എന്നിങ്ങനെ BJP രണ്ടാം സ്ഥാനത്തെത്തിയ 6 മണ്ഡലങ്ങളിൽ CPMന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളത് ഗൗരവത്തോടെ കാണണം. 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് ലഭിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന പ്രചാരണ മുദ്രാവാക്യം തിരിച്ചടിയായി എന്നും കേന്ദ്ര കമ്മിറ്റി പേരെടുത്ത് പറയാതെ വിമർശിക്കുന്നുണ്ട്. പ്രചാരണം ഒരു വ്യക്തിക്ക് ചുറ്റും കേന്ദ്രീകരിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ സർക്കാരിനെ നന്നായി നയിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ചുറ്റുമായി പ്രചാരണം കേന്ദ്രീകരിക്കപ്പെട്ടത് UDF അദ്ദേഹത്തിനെതിരെ സംഘടിത പ്രചാരണം അഴിച്ചുവിടാൻ അവസരമൊരുക്കി. 54 സിറ്റിംഗ് MLAമാരെ വീണ്ടും മത്സരിപ്പിച്ചപ്പോൾ KK ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ചതിന്റെ ന്യായം ജനങ്ങൾക്ക് ബോധ്യമായില്ല. ഇത് എതിരാളികൾ പ്രചരണായുധമാക്കി. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ചയുണ്ടായി. സ്വജനപക്ഷപാതം എന്ന ആരോപണം ഉയർന്നത് സംസ്ഥാനത്താകെ വിപരീത സന്ദേശം നൽകി. തളിപ്പറമ്പ്, പയ്യന്നൂർ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി എന്നിവയ്ക്ക് വീഴ്ചയുണ്ടായി. വിമതരുടെ വിജയം പാഠമാകണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. പൊതുയോഗങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും നേതാക്കൾക്ക് ശ്രദ്ധക്കുറവുണ്ടായി. ഇത് പാർട്ടി വിരുദ്ധ മാധ്യമങ്ങൾ അവസരമാക്കി. ഒഴിവാക്കേണ്ട ചില പ്രതികരണങ്ങൾ ഉയർന്ന നേതാക്കളിൽ നിന്നുണ്ടായി. രാഷ്ട്രീയ മൂർച്ചയില്ലാത്ത നീണ്ട വിരസമായ പ്രസംഗങ്ങൾ ജനങ്ങളെ ആകർഷിക്കുന്നില്ല. വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോഴിക്കോട്, കൊല്ലം ജില്ലാ കമ്മിറ്റികൾക്ക് വീഴ്ച പറ്റി. CPM BJP രഹസ്യ ഡീൽ ആരോപണം ന്യൂനപക്ഷങ്ങളെ ഇടതുമുന്നണിക്കെതിരെയാക്കി. ഗൃഹസന്ദർശനത്തിൽ നിന്ന് പ്രവർത്തകർ കൂട്ടത്തോടെ വിട്ടുനിന്നു. ഈ വിമർശനങ്ങൾ മുഴുവൻ ഉൾപ്പെടുന്ന റിപ്പോർട്ട് പാർട്ടി വെബ്സൈറ്റിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കോഴിക്കോട് നടക്കുന്ന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.